ഹലോ, എന്നാ ഉണ്ട് എല്ലാവർക്കും സുഖമാണോ? അപ്പോഴേ ഇനി അങ്ങോട്ടുള്ള കുറച്ച് വീഡിയോസിൽ ഞങ്ങൾ UK നിന്ന് ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഫേസ് ചെയ്ത കുറച്ച് ഡിഫിക്കൽട്ടീസ്, ശരിക്കും അതൊരു റിയാലിറ്റിയാണ്, അതിനെക്കുറിച്ച് പങ്കുവയ്ക്കുന്ന കുറച്ച് വീഡിയോസാണ്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഫേസ് ചെയ്തൊരു ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലൊരു റെൻ്റൽ ഹോം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. ഓസ്ട്രേലിയക്ക് ഫസ്റ്റ് ടൈം മൂവ് ചെയ്യുന്ന മിക്ക പേർക്കും അറിയായിരിക്കും, ഓസ്ട്രേലിയയിലൊരു റെൻ്റൽ ഹോം കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ന്യൂ കാസലിലോട്ടായിരുന്നു മൂവ് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. അപ്പം ഞങ്ങൾ ന്യൂ കാസലിലുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള സബ്ബേബ്സ് കണ്ടുപിടിച്ച് അവിടെയുള്ള റെൻ്റൽ ഹോംസൊക്കെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തു. അപ്പം നമ്മൾ UK പോലെയല്ല, ഓസ്ട്രേലിയയിൽ ഹസ്ബൻഡും വൈഫും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണം. അതുപോലെ തന്നെ വ്യൂവിങ്ങിന് വേണ്ടി അവർ അപ്പോയിൻമെൻറ്റ് തരുമ്പം നമ്മുടെ ഫ്രണ്ടോ റിലേറ്റീവോ അങ്ങനെ ആരെങ്കിലുമൊക്കെ വ്യൂവിങ് ചെയ്യാനുണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ന്യൂ കാസലിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് വീടുകളൊക്കെ പോയി കണ്ടെങ്കിലും അതെല്ലാം റിജക്റ്റായി. അങ്ങനെ ലാസ്റ്റ് ഒരു വെർച്വൽ വ്യൂവിങ് വന്ന വീടിന് എന്തായാലും ഭാഗ്യത്തിന് ഞങ്ങളുടെ ലാൻഡ് ലോഡിൻ്റെ റെഫറൻസൊക്കെ കൊടുത്തുകൊണ്ട് ലാൻഡ് ലോഡ് UK ലാൻഡ് ലോഡ് നല്ല റെഫറൻസ് അവർക്കും തിരിച്ചു കൊടുത്തുകൊണ്ട് അവർ ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ലക്കിലി ഒരു റെൻ്റൽ ഹോം ഓസ്ട്രേലിയയിൽ സെറ്റായി. അപ്പോൾ ഞങ്ങൾ വരുന്നതിനൊരു 2 ദിവസം മുന്നേ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ വീക്കെൻഡിലാണ് ഞങ്ങൾ എത്തിയത്. അത് കഴിഞ്ഞിട്ട് വീക്ക് ഡേയ്സിൽ മൺഡേ ആണ് ഞങ്ങൾക്ക് കീ കിട്ടിയത്. എനിവേ, അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ ഫേസ് ചെയ്തൊരു ഫസ്റ്റ് ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനിയിപ്പം അടുത്ത പാർട്ടുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.